പറവൂർ നഗരസഭ മുസ്ലിംസ് ലൈബ്രറിയുടെ പ്രതിമാസ സാഹിത്യ സദസ്സിന്റെ ഭാഗമായി സലീം കുമാറിന്റെ ഈശ്വര വഴക്കിലോ പുസ്തക ചർച്ച സംഘടിപ്പിച്ചു. നടൻ വിനോദ് കിടാമംഗലം ഉദ്ഘാടനം ചെയ്തു. പറവൂർ നഗരസഭ മുസ്ലിംസ് ലൈബ്രറി സംഘടിപ്പിച്ചു വരുന്ന പ്രതിമാസ സാഹിത്യ സദസ്സിൽ അന്തരിച്ച നടൻ സലീം കുമാറിന്റെ ഈശ്വര വഴക്കിലോ എന്ന പുസ്തക ചർച്ച നടന്നു. ലൈബ്രറി ഹാളിൽ നടന്ന സാഹിത്യ സദസ്സ് നടൻ വിനോദ് കിടാമംഗലം ഉദ്ഘാടനം ചെയ്തു. നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KG ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ ലൈജി ബിജു സ്വാഗതം പറഞ്ഞു. എഴുത്തുകാരൻ രവി കണ്ണൻ പുസ്തക അവതരണം നടത്തി. മൺമറഞ്ഞ അനശ്വര പ്രതിഭകളായ യുവ എഴുത്തുകാരി അപർണ ആരുഷി അനുസ്മരിച്ചു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ ജലജ രവീന്ദ്രൻ, കൗൺസിലർമാരായ ഡെന്നി തോമസ്, ചിത്ര കുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇവിടെ സലികുമാറിന്റെ പുസ്തകം ഈശ്വര വഴക്കില്ലല്ലോ എന്നുള്ള പുസ്തകത്തെ കുറിച്ച് പറയുമ്പോൾ ആ പുസ്തകം എഴുതിയ നാൾ മുതൽ ഞാൻ കൂടെയുണ്ട്. അത് എഴുതുന്ന സമയത്തുണ്ട്, അതിന്റെ ചർച്ചയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അതിന്റെ ചർച്ചയ്ക്ക് ശേഷം പിന്നീട് അതിന്റെ പാട്ടിന്റെ രൂപീകരണത്തിൽ പോലും ഞാൻ ഉണ്ട്. ചോദിച്ചെന്ന് അറിയാവുന്നതാണ്. അപ്പൊ അങ്ങനെ ആ പുസ്തകത്തിന്റെ പ്രാരംഭകാലം തൊട്ടേ ഉള്ള ഒരു സുഹൃത്ത് എന്ന നിലയിൽ എനിക്ക് ഏറ്റവും അടുത്തറിയുന്ന ചർച്ചകളും ഒരുപക്ഷെ ഞങ്ങളിൽ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങളോട് സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും ചിരിക്കുകയും ചിന്തിപ്പിക്കുകയൊക്കെ ചെയ്തതിനു ശേഷം ആണ് പലപ്പോഴും ഈ പുസ്തകത്തിലേക്ക് വരുന്നത്. ഈ പുസ്തകം ഞാൻ എടുത്തു നോക്കുമ്പോൾ പലപ്പോഴും ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വീടുകളിൽ പറഞ്ഞ് ചിരിച്ച കഥകൾ തന്നെയാണ്. അത് പുസ്തക രൂപത്തിൽ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. പലതും ഈ പുസ്തകത്തിൽ ഇറങ്ങുന്നതിന് മുമ്പേ ഞാൻ കേട്ട കഥകളും എന്നോട് പറഞ്ഞതും ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള കഥകളുമാണ് ഒക്കെ ഉള്ളത്. അതിൽ ഏറ്റവും ഒരു പുസ്തക രൂപത്തിലേക്ക് വരുമ്പോൾ പുസ്തക രൂപത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത് വൈശ്വരൻ പറഞ്ഞ പോലെ വെറും ഒരു കലാകാരൻ, ഒരു കൊമേഡിയൻ, ഒരു മിമിക്രിക്കാരൻ, ഒരു അപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ പുസ്തകം പരിശോധിക്കുമ്പോഴാണ് ഇതിനപ്പുറത്തേക്ക് സലിംകുമാർ എന്ന നടനും സലിംകുമാർ എന്ന ചിന്തകനും സലിംകുമാർ എന്ന എഴുത്തുകാരനെ കുറിച്ച് നമ്മൾ അത്ഭുതപ്പെടുന്നത്. അത്രയേറെ വൈവിധ്യമായിരുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ ഒരു ശീല തന്നെ കടന്നു പോകുന്നത്. പലപ്പോഴും വായിച്ചു പോകുമ്പോൾ വലിയ സാഹിത്യമൊന്നുമില്ല, നാടൻ ഭാഷകളാണ്. നാടൻ ഭാഷകളിൽ തന്നെ അത്ഭുതപ്പെടുത്തുന്നത് പലപ്പോഴും നമ്മൾ തന്നെ കാണാത്ത, നമ്മൾ തന്നെ ചിന്തിക്കാത്ത, നമ്മൾ പോലും കണ്ടെത്താത്ത ചില മേഖലകൾ അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നുള്ളതാണ് അത്ഭുതം.